നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-40 വചനം വായിക്കാം. യോഹന്നാൻ 4:39-40. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷി മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യത്തിൻ്റെ ഫലങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് വിശ്വാസം ജനിക്കുന്നു അവളുടെ സാക്ഷ്യം മൂലം. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഗലാത്യ 3:2. ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ഗലാത്യ 3:5. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ഈ ആദ്യ ഫലമായ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് ക്രിസ്തുവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവരെല്ലാവരും ക്രിസ്തുവിലേക്ക് വരികയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ ശക്തി കൊണ്ട് അവർ ക്രിസ്തുവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ക്രിസ്തുവിലേക്കാണ് ഓരോ പ്രഘോഷണത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും നയിക്കേണ്ടത്. മത്തായി 11:28. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അവിടുത്തെ അടുക്കിലേക്ക് വന്ന് അവിടത്തെ നോക്കിയാൽ പ്രകാശിതരാകും. സങ്കീർത്തനം 34:5. സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. സങ്കീർത്തനം 37:5. സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിന് ഭാരമേൽപ്പിക്കുക, കർത്താവിന് വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. 1 പത്രോസ് 5:6-7. 1 പത്രോസ് 5:6-7. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സങ്കീർത്തനം 55:22. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നു, പിന്നെ ക്രിസ്തുവിലേക്ക് വരുന്നു, എല്ലാം ക്രിസ്തുവിന് സമർപ്പിക്കുന്നു, ക്രിസ്തുവിനായിട്ട് എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് അവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് വസിക്കുന്നു. ലൂക്ക 24:29. ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. പുറപ്പാട് 33:16. പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊന്ന് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. യോഹന്നാൻ 14:23. യോഹന്നാൻ
14:23 യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 2:24. 1 യോഹന്നാൻ 2:24. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. വെളിപാട് 3:20. വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. 2 കൊരിന്തോസ് 6:16. 2 കൊരിന്തോസ് 6:16. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. 1 യോഹന്നാൻ 3:24. 1 യോഹന്നാൻ 3:24. 1 യോഹന്നാൻ 3:24. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യും. ഈശോയെ കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു, ഈശോയിലേക്ക് വരുന്നു. ഈശോ നമ്മൾ വസിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് വാതിൽ തുറക്കുന്നു, ഈശോ വസിക്കുന്നു. പിന്നെ ആ വാസം 2 ദിവസത്തേക്കാണെന്നാണ് പറഞ്ഞത്. ഈ 2 ദിവസം എന്ന് പറയുന്നത് ദൈവസ്നേഹവും പരസ്നേഹത്തെയും സൂചിപ്പിക്കുന്നതാണ്. മത്തായി 22:37 മുതൽ 40 വരെ. മത്തായി 22:37 മുതൽ 40 വരെ. അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഈ 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും പരസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 3-ാം ദിവസം നമുക്കുണ്ട്. അത് മഹത്വത്തിൻ്റെ ദിവസമാണ്. ഹോസിയ 6:2. ഹോസിയ 6:2. 2 ദിവസത്തിനു ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും, നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. ഹോസിയ 6:3. ഹോസിയ 6:3. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. കർത്താവിനെ അറിയാനുള്ള നമ്മുടെ ശ്രമം ഏകാഗ്രതയോടെ ആണോ? പ്രൈസ് ദ ലോർഡ്.